ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവി ബി.ജെ.പിക്ക് കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അതിലാദ്യത്തെ ഉത്തരം അയോധ്യ മണ്ഡലത്തിലേത് എന്ന് തന്നെയാണ്. ഒരു സംശയവുമില്ല, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം. ഈ രാജ്യം മുഴുവൻ അയോധ്യയെപ്പറ്റി പറഞ്ഞ് വോട്ട് പിടിച്ച ബി.ജെ.പിക്ക് പക്ഷേ അയോധ്യയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് അവരുടെ പരാജയം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അയോധ്യയുടെ പ്രാധാന്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു യുദ്ധം കൂടി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ മുന്നണി. ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അയോധ്യയിലെ സമാജ്വാദി പാർട്ടി MP അവധേഷ് പ്രസാദിനെ ഇന്ത്യ സഖ്യം പരിഗണിക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നത് ഇക്കുറി ഉണ്ടാകുമോ, ആ പദവി ഉണ്ടായാൽ തന്നെ അത് പ്രതിപക്ഷത്തിന് വിട്ടു നൽകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. എങ്കിലും പദവി ഇല്ലാതിരിക്കാൻ പ്രതിപക്ഷം സമ്മതിക്കില്ല എന്നിരിക്കെ അവധേഷ് പ്രസാദിനെ അയോധ്യയുടെ പ്രതിനിധിയായി എത്തിക്കുകയാണ് പ്രതിപക്ഷം. ആ അയോധ്യയെ അവഗണിക്കാൻ ബി.ജെ.പിക്കാകുമോ എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് മത്സരമുണ്ടായാൽ അവധേഷ് പ്രസാദിനെ പരിഗണിക്കാമെന്നൊരു ചർച്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധി, അതുപോലെ SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി എന്നിവർ തമ്മിൽ ഒരു ചർച്ച നടന്നുവെന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി തന്നെയാണ് ബി.ജെ.പിയുടെ അടിത്തറ ഇളക്കാൻ കഴിയുന്ന അയോധ്യയുടെ നായകന്റെ പേര് തന്നെ മുന്നോട്ട് വച്ചതെന്നും വാർത്തകൾ വന്നിരിക്കുന്നു. രാജ്യം മുഴുവൻ ഇളക്കിവിട്ട അയോധ്യ എന്ന വികാരവും അതുവഴി ബി.ജെ.പി ഉണ്ടാക്കാൻ ശ്രമിച്ച വിജയവും ഒക്കെ അയോധ്യയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെ തകർത്ത് കളഞ്ഞ നേതാവാണ് അവധേഷ് പ്രസാദ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും ക്ഷേത്ര നിർമ്മാണവുമെല്ലാം രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് അതിൽ ലാഭമുണ്ടാക്കാൻ നടന്ന നരേന്ദ്രമോദി അതും പറഞ്ഞ് ഈ രാജ്യം മുഴുവൻ നടന്നപ്പോൾ അതിനെ അയോധ്യയിൽ തന്നെ കുഴിച്ചുമൂടിയ ഒരാൾക്കപ്പുറം ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത് വ്യക്തമാക്കാൻ ഏറ്റവും പറ്റിയ മറ്റൊരാളില്ല എന്ന നിലയിലാണ് അവധേഷിൻ്റെ പേര് ഉയർന്നു വന്നത്. മാത്രമല്ല, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള അവധേഷ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തുന്നത് തടഞ്ഞാൽ ബി.ജെ.പിക്ക് 2 തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. ഒന്ന്, അയോധ്യയുടെ MP-യെയും 2 ദളിത് MP-യെയും ബി.ജെ.പി പരിഗണിച്ചില്ല എന്നുള്ള വലിയൊരു പ്രതിഷേധം മോദി നേരിടേണ്ടി വരും. അത് ഉയർത്താൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം. പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ 37 അംഗങ്ങളുള്ള SP ആണ് വലിയ പാർട്ടി. ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നാൽ ഓം ബിർളയെ സ്പീക്കർ പദവിയിലേക്ക് പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷം ഉപാധി വച്ചെങ്കിലും ബി.ജെ.പി അത് അംഗീകരിച്ചിരുന്നില്ല. പിണങ്ങി നിൽക്കുന്ന TDPക്കോ മറ്റോ നൽകി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം പ്രതീക്ഷിക്കുന്ന ബി.ജെ.പിക്ക് അയോധ്യയിലെ MP-യെ വെച്ച് തന്നെ പണി കൊടുക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും മോദി കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.